ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം തൊട്ട് നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ, നാമല്ലോ പരിച്ഛേദനക്കാർ. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോൾ ആരാണ് പരിച്ഛേദനക്കാരെന്ന് അവിടെ പറയുകയാണ്. എന്താണ് പരിച്ഛേദന? ഹൃദയത്തിൻ്റെ പരിച്ഛേദന എന്താണെന്ന് അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരായിരിക്കണം. അപ്പം പരിച്ഛേദനക്കാർ എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവരായിരിക്കണം. നമ്മുടെ ആത്മാവ് കൊണ്ടോ നമ്മുടെ ശരീരം കൊണ്ടോ നമ്മുടെ നാവ് കൊണ്ടോ നമുക്ക് ആരാധിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തയേശുവിൽ പ്രശംസിക്കുകയും ചെയ്യണം. ക്രിസ്തുവിനെ മാത്രം പ്രശംസിക്കുന്നവരും, സ്വയത്തെ പ്രശംസിക്കുന്നവരും, മക്കളെ പ്രശംസിക്കുന്നവരും, കൂടുള്ളവരെ പ്രശംസിക്കുന്നവരും, ബന്ധുക്കളെയൊക്കെ പ്രശംസിക്കുന്നവരുമായിട്ടാണോ നാം ജീവിക്കുന്നത്? അതോ ക്രിസ്തയേശുവിനെ പ്രശംസിക്കുന്നവരായിട്ടാണോ? പിന്നെ അവിടെ പറയുന്നത് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന നാം തന്നെ. പരിച്ഛേദനക്കാർ ഒന്നാമത് ആത്മാവിൽ ആരാധിക്കുന്നവരായിരിക്കണം. രണ്ടാമത് ക്രിസ്തുവിനെ പ്രശംസിക്കുന്നവരായിരിക്കണം. മൂന്നാമത് അവിടെ പറയുന്നു ജഡത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ. എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ പരിശ്രമം കൊണ്ട് എന്ന് നാം നമ്മിൽ തന്നെ ആശ്രയിച്ച് നമ്മെ തന്നെ പ്രശംസിച്ചുകൊണ്ട്, നമ്മുടെ കഴിവിനെ പ്രശംസിച്ചുകൊണ്ട്, ബുദ്ധിയെ പ്രശംസിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? എന്നാൽ നാം പരിച്ഛേദനക്കാർ അല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് പരിച്ഛേദനക്കാരായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആ പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാനും ക്രിസ്തുവിനെ പ്രശംസിച്ചുകൊണ്ട് ജീവിക്കുവാനും നമ്മുടെ ജഡത്തിൽ ആശ്രയിക്കാതെ ജീവിക്കുവാനും ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.